കൈതപ്പൂവുകൾ കനകമൊരുക്കും കിള്ളിപ്പുഴയോരം ആറ്റുകൾ ദേവി വാണരുളിയിടും അമ്പലമൊന്നുണ്ടേ. അതാ കിള്ളിപ്പുഴയോരത്ത് ഉള്ള ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല നമുക്കിങ്ങ് എത്തിക്കഴിഞ്ഞു അല്ലേ. നമ്മുടെ മനസ്സുകളിലും നമ്മുടെ വീടുകളിലും ആ ക്ഷേത്രാങ്കണ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ആ പൊങ്കാലയുടെ ഒരു മനസ്സിൽ തിക്കും തിരക്കും സന്തോഷവും എല്ലാം തന്നെയാണ് നിരന്നു കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾക്ക് അവിടെ ദേവീനടയിൽ വെച്ച് ശ്രുതിഗീതത്തിൻ്റെ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി കണ്ടതാണ്. ജനപ്രളയം എന്ന് പറഞ്ഞാൽ മണ്ണിട്ടാൽ താഴെ വീഴും. വെറുതെ അല്ല, ഗിന്നസ് ബുക്കിലൊക്കെ പേര് കിട്ടിയതും ഒക്കെ അത്രയ്ക്ക് ജനമാണ് കേട്ടോ. അത് വരാത്തത് എത്ര പേര്, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എത്ര പേര്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങ് എത്തുകയാണെങ്കിലുള്ള അവസ്ഥ. ഭക്തി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരുപോലെയല്ലേ. അമ്മയെ ഭക്തിപൂർവ്വം സ്മരിക്കാത്ത ഏതെങ്കിലും ഒരു മനസ്സുണ്ടോ നമ്മുടെ ഈ നമ്മുടെ അറിവായ സ്ഥലങ്ങളിലുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് ആനയിക്കാനായിട്ട് നമുക്കും തിടുക്കമായി. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊങ്കാലയിടാൻ പോകുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സംശയമാണ് അല്ലേ. ഈ സംശയങ്ങളിങ്ങനെ വെച്ച് എത്രയോ പേര് സംശയം നിവാരണം കിട്ടാതെ പൊങ്കാല അർപ്പിക്കാൻ പറ്റാതെ വരികയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്കാല അമ്മയ്ക്ക് അർപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണ്ട എന്നിങ്ങനെ ഓരോരോ മനസ്സിലും പേടിയാണ് ആൾക്കാർക്ക്. അമ്മയല്ലേ, ദേവിയല്ലേ, അമ്മ മഹാമായ, നമ്മൾ അറിഞ്ഞൂടാതെ ചെയ്താൽ ക്ഷമിക്കും. അതും അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം എല്ലാവർക്കും. പക്ഷേ അത് കാണില്ല. അവർക്ക് പേടിയാണ്. അമ്മയല്ലേ, അമ്മ എന്താ വരാൻ പോണേ, എന്താ ചെയ്യുക, എന്താ പിന്നത്തെ കാര്യങ്ങൾ നമുക്ക് എന്ത് വരുത്തും ഒന്നും ഒക്കെ പേടിയാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ പ്രയോജനപ്രദമാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പൊങ്കാലയിടുന്നതിനെ കുറിച്ച് നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംശയം, നമ്മൾ ആദ്യം ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി ചോദിക്കും. അവിടുത്തെ മേൽശാന്തി അടിച്ചെന്ന് ചോദിക്കും. ചോദിക്കുമ്പോൾ അവർ കുറച്ച് കാര്യം എന്തെങ്കിലും അതിൻ്റെ മറുപടി ആയിട്ട് തരും. അപ്പോൾ വേറെ ആരെങ്കിലും പറയും അങ്ങനെയൊന്നും വേണമെന്നില്ല. അപ്പം അവർ പറഞ്ഞതും ശാന്തി പറഞ്ഞതും നമ്മളെ മനസ്സിലുള്ളതും എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചിട്ട് നമുക്ക് വീണ്ടും എന്തായി മാറും? സംശയം തന്നെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ നമുക്ക് കഴിയാതെ വരും ഈ സംശയത്തിൻ്റെ മാത്രം ബലത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സംശയമൊക്കെ ആവശ്യമാണ്, എല്ലാത്തിനും സംശയവും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടേക്കുക. എല്ലാം ഭഗവാൻ തന്നെ നോക്കിയോളെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ മാറ്റം വരുത്താൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. നമ്മളിങ്ങനെ എപ്പോഴും സംശയം തന്നെ മാത്രം കൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊങ്കാല നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഇടാൻ പോകുമ്പം എല്ലാവരും വിചാരിക്കും കിഴക്കോട്ട് തിളച്ച് തൂണം, എന്നാലേ നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കുള്ളൂ എന്നല്ലേ. അപ്പം അതൊരു കണക്കിന് പറഞ്ഞാൽ നമ്മളെ മനസ്സിന് അന്ന് പണ്ടേ നമ്മൾ ഉറപ്പിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ശരിയുമായിരിക്കാം. പക്ഷെ അത് നമ്മൾ വീട്ടിൽ ഭഗവാനെ ഇരുത്തിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല. നമുക്ക് ശ്രദ്ധിക്കാം, കാരണം നമ്മളെ വീട് നമ്മൾ മാത്രമേ ചെയ്യുന്നത്. പക്ഷെ ഒരു അമ്പലത്തിൽ നമ്മൾ പോകുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അമ്പലത്തിൽ എവിടെയാണോ അടുപ്പ് വയ്ക്കാൻ നമുക്ക് സ്ഥലം കിട്ടുന്ന അവിടെ വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് തൂവുന്നത് എങ്ങോട്ട് തൂവിയാലും കുഴപ്പമില്ല. കാര്യം എന്താ? അമ്മയെ നോക്കിയിരിക്കുക. അമ്മയ്ക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്നതാണ്. അമ്മയെ നമുക്ക് അമ്മയെ ആനയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സന്തോഷത്തിൽ നമ്മൾ പങ്കെടുത്ത് നമ്മൾ പൊങ്കാല നമ്മൾ ആ മനസ്സ് അർപ്പിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എങ്ങോട്ട് തൂവിയാലും കുഴപ്പമില്ല, എങ്ങനെ ഇരുന്നാലും അടുപ്പിൻ്റെ അങ്ങനെ അത് ഒരു പ്രശ്നമൊന്നും പറയുന്നേയില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. തിളച്ച് തൂവുന്നത് എങ്ങോട്ട് പോയാലും നമ്മൾ എന്താ തിളച്ച് തൂവി കിഴക്കോട്ട് തിളച്ചാൽ മത്സരത്തിൽ ജയിക്കൂ, വടക്കോട്ട് തിളച്ചാൽ അങ്ങനെ നമ്മൾ മത്സരത്തിനൊന്നുമല്ല. നമ്മൾ അമ്മയ്ക്ക് അർപ്പിക്കാൻ പോകണം. നമ്മളെ മനസ്സ് മാത്രം അവിടെ അർപ്പിച്ചാൽ മതി. അല്ലാതെ നമ്മൾ വേറെ ഒന്നും തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ബുദ്ധിമുട്ട് വിചാരിക്കുകയേ വേണ്ട. നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഭക്തിയോടുകൂടി നമ്മൾ അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കുക. അത് തിളച്ച് തൂവുന്നത് എങ്ങോട്ടേ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ ഒരു കണക്കിനും മനസ്സിലായിട്ട് കൊടുത്തിട്ട് ആ ഒരു ദുഃഖത്തോടെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇനി ഇത് വന്നതൊക്കെ അതിന് വേണ്ടി ഒന്നും ചിന്തിക്കേണ്ട. അമ്മയ്ക്കാണ് നമ്മൾ കൊടുക്കണം. അമ്മ നമ്മളെ കൂടെ കാണും, നമ്മളെ ഭക്തിയായിട്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചിലർക്ക് ചിന്തയുണ്ട്, ചെല്ലുമ്പോഴത്തേക്ക് കിഴക്കോട്ട് ദർശനത്തിൽ നിന്ന് തന്നെ പൊങ്കാല ഇടണം, ഇത് തിളയ്ക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുകയും ഇരിക്കണം എന്ന് പറയും. ഒരു കണക്കിന് ശരിയാണ്. കിഴക്കോട്ട് നിന്ന് തിളയ്ക്കുന്ന പൊങ്കാല അർപ്പിക്കുന്നത് നല്ലതാണ്, സൂര്യഭഗവാനെ നോക്കി നിന്ന്.
പക്ഷേങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്ഷേത്രത്തിന് ചുറ്റും അല്ലെങ്കിൽ ആ പരിസരം മൊത്തം ആറ്റുകാലൊക്കെ അറിയാമല്ലോ ഇവിടെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റുമോ? കിഴക്കോട്ട് തിരിഞ്ഞ് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കിട്ടുന്ന സ്ഥലത്ത് അവിടേക്കെന്ന് പറഞ്ഞാൽ ഒരു അഗ്നിശാലയാവേണം ആറ്റുകാൽ പൊങ്കാലയൊക്കെ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കിഴക്കോട്ടൊപ്പം നമ്മൾ ഇടുന്നത്. അപ്പോൾ പല ദിക്കിലൊട്ടും തിരിഞ്ഞ് നിൽക്കും. ഒരു ക്ഷേത്ര ആചാര്യങ്ങളനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് എങ്ങോട്ട് തിരിഞ്ഞ് നിന്നാലും കുഴപ്പമില്ല കേട്ടോ. അതിനെക്കുറിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പിന്നെ ചിലർക്കൊരു സംശയം, മംഗലത്തിൽ മാത്രമേ ചെയ്യാവോ പൊങ്കാല ഇടാവോ എന്ന്. മംഗലത്തിൽ ഇടുന്നത് അതിവിശേഷം അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ മംഗലം എന്ന് പറയുമ്പോൾ എന്തെന്നാണ് അത് വരുന്നത്? അത് പവിത്രമാണ് അല്ലേ? പവിത്രമായിട്ടുള്ള ഒരു സാധനമാണ് മംഗലം. അതുകൊണ്ട് നമ്മൾ മംഗലത്തിലിടാൻ അതിന് മുൻവിധികൾ പറയുന്നുണ്ട്. അത് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. പക്ഷേ എന്ന് വെച്ച് നമുക്കിപ്പം വേറെ പാത്രം കിട്ടിയില്ല എന്ന് വെച്ചുമ്പോൾ പിത്തള പാത്രങ്ങളിലൊക്കെ വെച്ചിങ്ങനെ ഓട്ടുരുളിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേറെ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതും നമുക്കൊരു ദുഃഖാവസ്ഥയിലെത്തേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. പിന്നെ വരുമ്പോഴത്തേക്കും പൊങ്കാല നമ്മൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കെട്ടുപോകില്ലേ? അപ്പോൾ നമുക്ക് വിചാരിക്കും നമ്മുടെ എല്ലാം അവസാനിച്ചു. എനിക്കൊക്കെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ, വളരെ മുമ്പ്. പക്ഷേ നമ്മൾ ഈ ഭഗവാനിൽ ദേവീ അമ്മയ്ക്ക് ഇടുന്ന പൊങ്കാല അങ്ങനെ കെട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്നൊരു വിഷമമൊന്നും തോന്നില്ല. കാര്യമൊന്നും തോന്നും. നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും എന്ത് പറ്റും? ദൈവത്തിനോടുള്ള പേടി അങ്ങ് മാറും. നമുക്ക് ദൈവത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്കൊപ്പം നമ്മളോടെ നിൽക്കേണ്ട ആളാണെന്ന് നമ്മൾ വിചാരിക്കണം. നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് പറയാറില്ല എല്ലാ കാര്യങ്ങളും. അമ്മ ഇങ്ങനെ ചെയ്യട്ടെ, ഞാൻ അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യാമല്ലേ, കുഴപ്പമുണ്ടോ? അപ്പോൾ അവിടെ നിന്നൊരു മറുപടി നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ നമ്മളെല്ലാം അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ അത് കേട്ടു, അതിന് മറുപടി തന്നു എന്നൊക്കെ നമുക്കൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ? അപ്പോൾ അതുപോലെ തന്നെ പൊങ്കാലടുപ്പ് കെട്ടു എന്ന് വെച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മേ അതെന്താ അങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ, എന്നെ മനസ്സ് ഭയങ്കര അതിശക്തമായ കാറ്റ്, പുറം വെളിച്ചം, നമ്മൾ ചെറിയൊരു അടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പം അത് പയ്ക്കുന്ന പാത്രമാണെങ്കിലും അങ്ങ് അതായിട്ടിരിക്കുന്നാലും വായു സഞ്ചാരമൊക്കെ കുറഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറച്ച് സാങ്കേതിക വിദ്യകളും കൂടെ ഒക്കെ ചിന്തിക്കുക. വായു സഞ്ചാരമൊക്കെ കുറഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അടുപ്പിൽ കത്തിക്കുമ്പോൾ എന്തൊരു അത് ശരിക്കും അതിന് മാർഗമായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് അനുഭവം. അപ്പോൾ അതിന് വല്ല ദോഷം കൊണ്ടാണോ, അയ്യോ എൻ്റെ പൊങ്കാല അമ്മേനെ സ്വീകരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചത് നമ്മൾ ഒന്നുകൊണ്ടും തന്നെ ബുദ്ധിമുട്ടേണ്ട. ചിന്തിച്ചൊരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നുന്നത് എല്ലാം നമ്മളങ്ങ് ദേവിയിൽ അർപ്പിക്കുക. മാനസികമായിട്ട് നമ്മളെപ്പോഴും അമ്മയുടെ അടുത്ത് തന്നെ നിന്ന് ചെയ്യുക. അപ്പം അമ്മ എല്ലാം നോക്കിക്കോളും. കൂടെ നമ്മളെ നയിക്കാൻ അമ്മ ഉണ്ട് കേട്ടോ. ആ സാരമില്ല, അത് അമ്മ അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക, പ്രശ്നമില്ല. അടുത്ത അടുപ്പിൽ നമ്മൾ തീ അങ്ങോട്ട് പകർന്ന് കൊളുത്തി നമ്മളന്ന് നല്ല രീതിയിലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിലൊന്നും നമ്മൾ വിഷമിക്കരുത്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് പറയുമ്പോഴത്തേക്ക് പൊങ്കാല അടുപ്പ് നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് മുൻകാലങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഇഷ്ടിക കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ ചെല്ലുമ്പോൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഇഷ്ടിക അല്ല അവർ തരുന്നത്, ഇരുമ്പടുപ്പൊക്കെയാണ് തരുന്നത്. അപ്പോൾ ഈ ആറ്റുകാലാകുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ഇരിക്കുന്നത്, ചിലപ്പോൾ കരിങ്കല്ലാവും, ചിലപ്പോൾ ഇഷ്ടികയാവും, ചിലപ്പോൾ ഇരുമ്പ് വെച്ചിരിക്കുന്ന ആൾക്കാർ തരും. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ തരുന്നത് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആചാരം അനുസരിച്ച് ആ അമ്പലത്തിൽ നിന്ന് അവരെന്താണോ നമുക്ക് ചെയ്യാൻ വേണ്ടി പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി സഹായം തരുന്നോ അത് തന്നെ നമ്മൾ അങ്ങ് ഏറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. വേറെ ഒന്നും തന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇരുമ്പടുപ്പെങ്കിൽ ഇരുമ്പടുപ്പ്, ഇഷ്ടികയെങ്കിൽ ഇഷ്ടിക, ഒരു പ്രശ്നമില്ല. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് അങ്ങ് ഇട്ടേക്കുക. അമ്മയ്ക്ക് അത് പൂർണ്ണ സമ്മതം തന്നെയാണ്. പിന്നെ അടുത്തൊരു ചോദ്യമുണ്ട് ആൾക്കാർക്ക്, പഴമയിലുള്ള ആൾക്കാരൊക്കെ പറയും, എന്തിനാണ് ഈ ചുരിദാർ ഇട്ടുകൊണ്ട് നീ പൊങ്കാലിക്ക് പോകണേ, സാരി ഉടുത്തൂടെ, സെറ്റ് ഇട്ടൂടെ, അങ്ങനെയൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇപ്പം സെറ്റായി നിൽക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർക്കൊക്കെ ആയിരുന്നു തന്നെ പെട്ടെന്നൊരു ശരിയാ, ഇനി അങ്ങനെ ഇടാവുക, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നമുക്ക് കംഫർട്ടായിട്ട് ഡ്രസ്സ് ഇട്ടാലേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് സന്തോഷത്തോടു കൂടി പൊങ്കാല അർപ്പിക്കാനും പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നമുക്കത് നടക്കും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളെ കംഫർട്ടാണ് ആവശ്യം. നിങ്ങൾക്ക് ചുരിദാറാണ് ഇടാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ചുരിദാർ ഇട്ടോ, ഒരു പ്രശ്നവുമില്ല. നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചുരിദാർ ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത് വേറെ സംശയമുണ്ട് കേട്ടോ. ഈ ഒരു കുടുംബത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് പൊങ്കാല ഇടാവൂ എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട്. അതനുസരിച്ച് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് ഇന്നും അറിയാം. ഈ ചുറ്റുവട്ടത്ത് തന്നെ ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒരു വിധിയിലും പറഞ്ഞിട്ടില്ല 1 വർഷം കഴിഞ്ഞ് പൊങ്കാല ഇടാവൂ എന്ന്.
നമ്മൾ ചെന്ന് ഇതുപോലെ ശാന്തി ചോദിക്കാൻ പറയും അങ്ങനെ മതി, ചില ശാന്തി പറയും, ചില ശാന്തി പറയും ഇതൊന്നും കുഴപ്പമില്ല. അപ്പം നമുക്കത് വീണ്ടും എന്തായി സംശയമായി മാറി. അപ്പം അതിൻ്റെ ആവശ്യമേ ഇല്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലിപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു തീരാ നഷ്ടം തന്നെയാണ്. എന്ന് വെച്ച് ആ ആചാരങ്ങൾക്കൊന്നും മാറ്റം വരില്ല. നമ്മളെ ദുഃഖവും നഷ്ടവും നമ്മുടെ മാത്രമാണ്. അതിൽ ഈ ആചാര്യത്തിന് വലിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആചാര്യം പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളെന്ന് പറയുമ്പോൾ 16 കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ വീട്ടിൽ നിന്നും 16 പോകണം, കുളി കഴിഞ്ഞ് പോകണം എന്ന് പറയാറുണ്ട്. മിക്ക വീടുകളിൽ നിന്ന് പോകാറുണ്ട്. അപ്പം എന്താ അമ്പലത്തിൽ പോകണില്ലേ നമ്മൾ? അപ്പം നമ്മൾ പോയല്ലോ, പിന്നെന്താ നമുക്ക് പൊങ്കാലയിട്ടാൽ എന്ന് പറഞ്ഞാൽ അതിനൊരു കാര്യം അതിൻ്റെ പിന്നിൽ വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ പൊങ്കാലയ്ക്കൊക്കെ വന്ന് നമ്മളെ കൂടെ നിന്ന ഒരാൾ, അത് ബന്ധു തന്നെ ആവണമെന്നില്ല, നമ്മളെ ഫ്രണ്ട്സാവാം, നമ്മൾ കണ്ടവരാവാം, അയൽവക്കക്കാരൊക്കെ ആവാം, അവർക്കൊക്കെ തന്നെ എന്തെങ്കിലും വന്നാലും അടുത്ത വർഷം പൊങ്കാല സമയമാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇഷ്ടോ കഴിഞ്ഞ വർഷം നമ്മളിവിടെ ഉണ്ടായിരുന്ന ആളല്ലേ, ഇനി അവളെ പ്രമാണിച്ച് അല്ലെങ്കിൽ അവരെ പ്രമാണിച്ച് നമ്മളിനിയിപ്പോൾ ഈ പ്രാവശ്യം വിടുന്നില്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കുക സ്വാഭാവികമാണ്. കാരണം നമ്മളെ മനസ്സിലൊരു ദുഃഖം വെച്ചുകൊണ്ട് നമ്മൾ പൊങ്കാലയിട്ടിട്ട് കാര്യമില്ല. മാനസികമായിട്ട് നമ്മൾ അമ്മയിൽ അർപ്പിച്ച് പൊങ്കാലയിടണം. ആത്മസമർപ്പണം എന്നാണ് അതിൽ പൊങ്കാലയെ പറയണത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ ഒരു ദുഃഖം ഉണ്ടെങ്കിൽ പോകാൻ പാടില്ല, പോകേണ്ടത് പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്. ഈ വീട്ടിൽ ഇതുപോലെ ഒരു മരണം സംഭവിച്ചിട്ട് നമ്മൾ 41 കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല എന്നാണ് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ള അറിവ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാം. അപ്പോൾ പറയും 41 കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൊങ്കാലയ്ക്ക് പോകുമ്പോഴേ നമ്മൾ അടുത്തുള്ളവരൊക്കെ ഇരുന്നുകൊണ്ട് പറയും അവിടെ കണ്ടോ മരണം കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല അവൾക്ക്, കണ്ടോ പൊങ്കാലയ്ക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ റെഡിയായി അമ്മയ്ക്ക് പൊങ്കാലയിടാൻ നിൽക്കണം, നമ്മളെ മനസ്സൊന്ന് ചഞ്ചലിക്കും. അപ്പോൾ അപ്പോഴും നമുക്ക് മനസ്സിനൊരു ചഞ്ചലിപ്പൊക്കെ വരണവരാണെങ്കിൽ എന്ത് ചെയ്യണം, പോകരുത് കേട്ടോ. അങ്ങനെയുള്ളവരൊന്നും പോകണ്ട. അവർക്കൊക്കെ നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ അപ്പോൾ തീരുമോ? ഇല്ല. ഒരു വർഷം കഴിഞ്ഞാലും ഈ പറയാനുള്ളവർ നമ്മൾ മാനസികമായിട്ട് ദൈവത്തിൽ അർപ്പിച്ചിരിക്കണം. നമുക്ക് മരണം സ്വാഭാവികമാണ്. ജനിച്ചാൽ നമ്മൾ മരിക്കും. അത് നമ്മൾ ആദ്യം എല്ലാവരും ഉൾക്കൊള്ളണം. നമ്മളത് കഴിഞ്ഞപ്പം മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നിനും ഇറങ്ങാതിരിക്കാൻ പറ്റുകയില്ല. നമ്മളെ വീട്ടാവശ്യങ്ങൾക്കായാലും കുട്ടികളുടെ ആവശ്യത്തിനായാലും നമ്മളെ വീടുപരമായിട്ടുള്ള എന്തിനും നമ്മൾ ഇറങ്ങുമ്പോൾ ഈ ചോദ്യോത്തരങ്ങൾ വെളിയിലുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മളത് വെച്ച് പൊങ്കാല അമ്മയ്ക്കിടാതിരിക്കാൻ്റെ ഒരാവശ്യമില്ല. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ധൈര്യമായിട്ട് ചെയ്തോളൂ. മരിച്ച ആളിൻ്റെ ദുഃഖം മനസ്സിൽ നിന്ന് മാറ്റി അമ്മയെ പ്രതിഷ്ഠിച്ച് പൊങ്കാലയിടാൻ പറ്റുന്ന ആർക്കും 41 കഴിഞ്ഞാൽ പോയി പൊങ്കാലയിടാം കേട്ടോ. അതിന് ഇത്രയും വിശദീകരിച്ചെന്നുള്ളതേ ഉള്ളൂ, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത് പറയുന്ന വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പൊങ്കാലയിട്ട് 8 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പൊങ്കാല ഇടാവൂന്ന്. ഇതൊക്കെ ആരാ പറഞ്ഞതെന്നറിയില്ലെങ്കിലും ഇതൊക്കെ കേൾക്കുന്നതാണ്, ശ്രുതി കേൾക്കുന്നതാണ്. അങ്ങനെ ഒരു നിബന്ധനയും ഇല്ല. ഇന്ന് പൊങ്കാലയിട്ടു ഒരു ക്ഷേത്രത്തിൽ, നാളെ അടുത്ത ക്ഷേത്രത്തിൽ പൊങ്കാല ഒന്ന് സുഖമായിട്ട് പോയിടാം കേട്ടോ. ഒരു പ്രശ്നമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ടുള്ളൂ, ഒന്നും വരാനില്ല. അമ്മയ്ക്ക് അപ്പം നമ്മൾ അടിക്കടി കൊടുക്കുന്നത് തന്നെ നമ്മൾ ആ വ്രതത്തോടു കൂടി ഇരിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്നത് തന്നെ പുണ്യമായി കരുതുക. ഒരു തടസ്സവും വരുത്തണ്ട, പോയിട്ടുള്ളൂ, ധൈര്യമായിട്ട് പോയിട്ടുള്ളൂ. പിന്നെ ചിലർക്കൊരു സംശയമുണ്ട്, എന്താണെന്നറിയോ, ഒരു വീട്ടിൽ അശുദ്ധി, അതായത് ഈ മാസപ്പുറമൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ ചില അമ്മമാർക്ക് പേടിയാണ്. അവിടെ നിന്ന് പിന്നെ ചിലർ പൊങ്കാല പോവില്ല. ഞാൻ ചിലരോട് ചോദിക്കുമ്പോൾ എന്താ ഈ വർഷം പൊങ്കാലയ്ക്ക് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും അതെ മോൾക്ക് പറ്റിയില്ല, ഇങ്ങനൊരു പറച്ചിലുണ്ട്. അതിൻ്റെ ആവശ്യമേ വരുന്നില്ല. ശുദ്ധി അശുദ്ധി നോക്കി പോകണമെന്ന് പറയുന്നത് ഇതിൽപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ അശുദ്ധി ഉള്ളിടത്തൊന്നും പൊയ്ക്കൂടാന്നല്ല. ആ ശുദ്ധി വന്ന കുട്ടി അല്ലെങ്കിൽ അവർ മാറിയിരിക്കട്ടെ. നമ്മളെ മനസ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അവരെ ഇതിലൊന്നും തൊടിക്കണ്ട. മനസ്സിലായില്ലേ? അവരെ മാറ്റി നിർത്തി നമുക്ക് ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും എല്ലാം അതിൻ്റേതായിട്ടുള്ള പൂജാമുറികളൊക്കെ ഇല്ലേ അങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് കൊണ്ടുപോകാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ദേവി അമ്മ മഹാമാരി ഈ ജീവിതത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇതെല്ലാം നമുക്കുണ്ടാക്കിയിരിക്കുന്നതാണ്. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ആ ശുദ്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ ആ രീതിയിൽ കാണുക, നീറ്റായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെയായി. പിന്നെ ചിലർ പറയാറുണ്ട് നിലവിളക്ക് കൊളുത്തി വേണം പൊങ്കാല അർപ്പിക്കാനെന്ന്. ശരിയാ, നിലവിളക്ക് കൊളുത്തണം. എവിടെയാണെന്ന് വെച്ചാലേ നമ്മുടെ വീട്ടിൽ പൊങ്കാല ഇടുമ്പോൾ, നമ്മുടെ വീട്ടിൽ പൊങ്കാല നമ്മളിപ്പോൾ സൂര്യദേവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിനോ മനസ്സിൽ വിചാരിച്ചിടുകയാണെങ്കിൽ നിലവിളക്ക്, നിറനാഴി, പടുക്ക എല്ലാം വേണം. ഗണപതി ഇരുത്തി വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ശരിയാ. പക്ഷേ ഒരമ്പലത്തിലാണ് നമ്മൾ ഇടുമ്പോൾ അമ്പലത്തിലെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നിലവിളക്ക് കൊണ്ടുപോയി വയ്ക്കുന്നതിൽ ഒരു വിഷമവുമില്ല, വളരെ നല്ലതാണ്.
ഇല്ലെന്ന് വെച്ചും പ്രശ്നമില്ല. അതാ പറഞ്ഞത്. ഈ ചെയ്യുന്നത് കൊണ്ട് ഒരു വിഷയവുമില്ല. നമുക്ക് ഒരു പടുക്ക വെച്ച് ഒരു വെറ്റില പാക്കോ ഒരു ചിരിപ്പൂവോ അല്ലെങ്കിൽ ഒരു ഇടിയിലെങ്കിലും വിളക്ക് എത്തിച്ച് ഒരു ഗണപതി ഇരുത്തി നമുക്ക് കൊടുക്കണതിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇല്ലെന്ന് വെച്ച് ആരും ബുദ്ധിമുട്ടും വിഷമിക്കേണ്ട, ഒരു പ്രശ്നമില്ല. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ, അതിലും ഒരു കുഴപ്പമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുണ്ട് ഈ 108 കലത്തിൽ 1008 കലത്തിലൊക്കെ പൊങ്കാലയിടില്ലേ. അപ്പോൾ ഈ കലങ്ങളെല്ലാം ആൾക്കാർക്ക് കൊടുക്കും. ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഈ മറ്റുള്ളവർ വിചാരിക്കും നീ ഇത് കൊണ്ടുപോക്കൂടെ, അതുകൊണ്ടാണോ കൊടുക്കണേ, അത് ഇനി എന്താ അതിൻ്റെ പ്രശ്നം. പിന്നെ ചിലർ വിചാരിക്കും അവരിട്ട പ്രസാദം നമുക്കിനി വാങ്ങിക്കാമോ. രണ്ട് ചിന്തയാണ് ഓരോരുത്തർക്കും. ഇത് രണ്ടിലൊന്നും ഒരു ഇതുമില്ല, പ്രസക്തിയില്ല. അമ്മയ്ക്ക് നമ്മൾ പൊങ്കാലയിടും. നമ്മൾ നേർച്ച 1008 പൊങ്കാല ഇട്ടയ്ക്കാം, അമ്മ അത് പറഞ്ഞേ ഇത് പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നില്ല. അതൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. അവരൊക്കെ അത് നടത്തി കൊടുക്കണോണ്ടല്ലേ അവരിടുന്നത്. അമ്മ നടത്തി കൊടുക്കണോണ്ടാണ് അവരിടുന്നത്. അപ്പോൾ അവിടെ ദേവീവാസം ഉണ്ടായി, അമ്മ അവർക്ക് നടത്തി കൊടുത്തപ്പോൾ. അപ്പോൾ നമ്മളത് ഉദ്ദേശിക്കേണ്ടതാണ്. പിന്നെ അവരതുകൊണ്ടൊന്ന് പൊങ്കാല ഇട്ടപ്പോഴോ അവരെ നടത്തി കൊടുത്തു എന്ന് കഴിഞ്ഞാൽ അവരെ ദോഷമല്ല നമുക്ക് കിട്ടുന്നത്. അവരെ അമ്മ കൊടുത്ത സന്തോഷത്തിൻ്റെ ആ ഒരു പങ്കാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് വാങ്ങിക്കാം, കുഴപ്പമില്ല. പിന്നെ 1008 കലമൊക്കെ ഇട്ട്, പിന്നെ 1008 കല ഇടുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ 1008 108 കലം പൊങ്കാലയ്ക്ക് ഇടുമ്പം, ഒരു കലം പൊങ്കാല ഇടുമ്പോഴേ ഈ ചൂടത്ത് നമ്മൾ അത്രയും അമ്മയെ പ്രാർത്ഥിച്ച് ചൂടൊക്കെ സഹിച്ചല്ലേ നമ്മളിടുന്നത്. അപ്പോൾ ഈ 1008 108 കലം പൊങ്കാല ഇടുന്നവരുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഒത്തിരി പേര് സഹായിക്കാൻ കാണില്ലേ, കുടുംബത്തിൽ നിന്ന് കാണും. പിന്നെ നമ്മളൊക്കെ ഒത്തിരി പേർക്ക് സഹായിച്ചു കൊടുത്തിട്ട് അടുത്തിരിക്കുന്നവരെല്ലാം തന്നെ തീ നോക്കാനായാലും അരിയിട്ട് കൊടുക്കാനായാലും അവരെല്ലാം ഹെൽപ്പും ചെയ്യും. അപ്പോൾ ഈ പൊങ്കാല തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് അവർ ആ നിൽക്കുന്നവർക്കൊക്കെ കൊടുക്കും. ഈ സഹായിച്ചു കൊടുത്തവർക്കൊക്കെ കൂടി ചേർത്ത് തന്നെയാണ് അവർ കൊടുക്കുന്നത്. അവരുടെ ആ ദോഷം മാറ്റി നമുക്കൊക്കെ തരുന്നതല്ല, അത്രേ കൊണ്ടുവരാവൂ എന്ന് അമ്മ പറഞ്ഞിട്ടുള്ളതുമല്ല. പിന്നെ അവരങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കല 1008 കലോ അല്ലെങ്കിൽ 108 കലോ അതിലൊരു 10-25 കലം തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാൽ നമുക്ക് ആവശ്യം ഉണ്ടാവാൻ അത്രയ്ക്കൊന്നും. അപ്പോൾ എല്ലാവരും കൂടി ഉപയോഗിച്ചോട്ടെ എന്നുള്ളതേ ഉള്ളൂ. അതിലും വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളും ഊഹാപോഹങ്ങളുമാണ്. ഈ പൊങ്കാലയെന്ന് മാത്രമല്ല, ഈ ക്ഷേത്ര ആചാരങ്ങളിൽ എല്ലാം തന്നെ ഇപ്പം ആൾക്കാർ വരുത്തി വെച്ച് ചെയ്തിരിക്കുന്നല്ലേ. ഓരോരുത്തരും ഓരോന്ന് പറയും, അത് ഓരോന്ന് കേട്ടിട്ട് ഓരോ മനസ്സിലും ചഞ്ചലിപ്പുണ്ടാവും. അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ ചെയ്യണ്ടേ. അപ്പോൾ ഇപ്പം ഇത്രയും കേട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് ഞാൻ ദേവീനാമത്തിൽ വിശ്വസിക്കുന്നു. കാരണം ഇത് ഇത്രയും, ഇതിലേറെ കാര്യങ്ങൾ ഇനിയും കാണുമായിരിക്കാം, പക്ഷെ ഇത്രയും ഞാൻ പൊതുവെ എല്ലാവരും നമ്മൾ നിരന്തരം കണ്ടും കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. കാരണം ഇതിലേതെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിന്നെ ഒരു മുടക്കം വരുത്തണ്ട അമ്മയുടെ പൊങ്കാല കേട്ടോ. ഇതിലുള്ള ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ നമ്മൾ ദൈവനാമത്തിൽ ചെയ്യുന്നതായതുകൊണ്ട് ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളെല്ലാം ധൈര്യപൂർവ്വം ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. എല്ലാം പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ വൃത്തിയും വെടുപ്പും ശുദ്ധതയും, നമ്മളെ മനഃശുദ്ധതയും ശരീരശുദ്ധതയും എല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ ചിലരൊന്നുകൂടി പറയാറുണ്ട് കേട്ടോ, പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകാമെന്ന് പറയും. അത് വിട്ടു, അത് മെയിനാണ്. പുതിയ അമ്മയുടെ ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ എല്ലാം ഒരു ഒട്ടുമുക്കാലുള്ള നമ്മുടെ തിരുവനന്തപുരത്തുള്ള, പുറത്തൊക്കെ കാണും തോന്നുന്നു, പക്ഷേ തിരുവനന്തപുരത്തുള്ള കാര്യം ഞാൻ പറയാം. തിരുവനന്തപുരത്തുള്ള മിക്ക ഷോപ്പുകളിലും പിന്നെ ഒരു സാരി എടുത്താൽ കലം തവി ഫ്രീ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നു. കാരണം പുതിയ ഡ്രസ്സ് ഉടുത്തേ പൊങ്കാല ഇടൂ എന്നൊരു ആചാരമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അങ്ങനെയും അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒന്നും ഒരു നിബന്ധനയില്ല. പക്ഷേ ഡ്രസ്സ് നീറ്റായിരിക്കണം, വളരെ നീറ്റായിരിക്കും. നമ്മൾ അത് കൂടുതലും ഈ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ മുഷിഞ്ഞതൊക്കെ തന്നെ വീണ്ടും കഴുകി അമ്മയ്ക്ക് അർപ്പിക്കുന്ന പൊങ്കാലയ സമയത്ത് നമ്മൾ ഇടരുത് എന്നുള്ള ഒരു ഊഹം ആരോ പറഞ്ഞു വരുത്തിയിട്ടായിരിക്കാം പുതിയത്, അല്ലെങ്കിൽ അലക്കിയതെന്ന് പറയും. അലക്കി തേച്ച് എടുക്കുന്ന ഒരു തുണി, അങ്ങനെ ഡ്രൈ വാഷ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തതായാലും നമ്മൾ ഒന്നും വേണ്ട. നമ്മൾ നല്ല ശുദ്ധമായിട്ട് നനച്ച് നമ്മൾ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം, പുതിയത് വാങ്ങിക്കുന്നതിൽ കുഴപ്പമില്ല. അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അർപ്പിക്കുന്ന പൊങ്കാലയിൽ നമുക്ക് എത്ര ആർഭാടം വേണോ അവരവരുടെ കാശും സൗകര്യവും അനുസരിച്ച് ചെയ്യാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. എത്രത്തോളം നമ്മൾ ഭംഗിയിലും ഇതിലും ചെയ്യുന്നത് നമ്മളെ മനസ്സിൻ്റെ ആ തൃപ്തി, അപ്പോൾ അത് നമുക്ക് ദേവി കടാക്ഷമായിട്ട് തന്നെയല്ലേ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ചെയ്യുന്നവർക്ക് എല്ലാം ചെയ്യാം. പക്ഷേ ഇല്ലാത്തവർ ഇല്ല എന്ന് വിചാരിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ നല്ല അടിച്ച് നനച്ച് ശുദ്ധമായി നല്ല വെയിലത്തിട്ട് ഉണക്കി അതിന് തേക്കാൻ പറ്റുമെങ്കിൽ തേച്ച്, അല്ലെ അതും ഇല്ലേലും പ്രശ്നമില്ല. നല്ലോണം ഒന്ന് മടക്കി നൂത്ത്
തൊഴിച്ച് ഇട്ടിട്ട് വന്നാലും ഒരു പ്രശ്നമില്ല. അമ്മ ഒന്നും വേണ്ടാന്ന് പറയില്ല. അമ്മ ആരിലാണ് കൂടുതൽ കടാക്ഷം കാണിക്കുന്നത് അങ്ങനെയും ഇല്ല. അമ്മ എല്ലാവരെയും കാണുന്നുണ്ട്, എല്ലാ ആൾക്കാരെയും കാണുന്നുണ്ട്. നമുക്ക് ആ പോണ സമയത്തോ വരുന്ന സമയത്തോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് അമ്മ വരുത്തിയതാണ്, നമ്മുടെ ദോഷം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ദോഷം നമുക്ക് മനസ്സിൽ നമുക്ക് ദൈവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വരും. അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നമ്മളെ തലയിൽ എഴുത്തെന്നൊക്കെ പറയില്ലേ, അതൊക്കെ അങ്ങനെ ഈ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയണമെങ്കിൽ അത് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വരും. അങ്ങനെയല്ല, നമ്മളൊക്കെ ഈ മുറയായി ചിന്തിച്ച് വരുന്ന ആചരിച്ച് വരുന്ന കുറേ കാര്യങ്ങളില്ലേ, അതിലൊക്കെ കുറേ കാര്യങ്ങളിൽ നമ്മൾ ചിലതിലൊക്കെ ചില വ്യതിയാനങ്ങൾ വരുത്താം. അതായത് നമുക്ക് ഭക്തി ഉള്ളിൽ വന്ന് നമ്മൾ ദേവീ ഭക്തി നമ്മൾ കൂടുതൽ ആർജിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനെല്ലാത്തിനുള്ള ധൈര്യം ദേവി തരും. എല്ലാം ഒരു ധൈര്യത്തിൻ്റെയും ദേവീൻ്റെയും നമ്മളിലുള്ള ഒരാത്മ കാര്യങ്ങളാണത്. അതിപ്പോൾ പുറത്ത് ചോദിച്ചോ എല്ലാവരുടെയും ചോദിച്ച് ചഞ്ചലിപ്പുണ്ടാക്കി അങ്ങനെ അതിലൊക്കെ ഉള്ള നല്ല കാര്യങ്ങളിലൊന്നും പങ്കുകൊള്ളാതായി പോകണ്ട കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാ പേരും അമ്മേരെ പൊങ്കാല നല്ല രീതിയിൽ നല്ല വ്രതത്തോടുകൂടി, ഞാൻ അന്ന് കാപ്പ് കെട്ടി അന്ന് മുതലേ വ്രതമാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പോട്ടെ, അറ്റ്ലീസ്റ്റ് 3 ദിവസമെങ്കിലും എല്ലാവരും എടുക്കണം കേട്ടോ. ചിലർ തലേ ദിവസമെങ്കിലും എടുക്കാറുണ്ട്, അത്രയെങ്കിലും എടുക്കണം. എടുക്കാതെ അമ്മയ്ക്ക് പൊങ്കാല ഇടരുത്, അതെൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം അമ്മയ്ക്ക് നമ്മൾ നിവേദിക്കാൻ വേണ്ടി പോറ്റി അവിടെ നിന്ന് നിവേദിക്കുന്ന ക്ഷേത്രത്തിലെ പോലെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ആ ക്ഷേത്രം പോലെ തന്നെ നമ്മളാകുന്ന ആ ക്ഷേത്രം നമ്മളെല്ലാം അതേ രീതിയിൽ നീറ്റായിട്ട് ഒക്കെ ചെയ്യുക. എല്ലാവർക്കും സർവ്വമംഗളങ്ങളും ദേവി വരുത്തട്ടെ എന്ന് മനസ്സാ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്. അമ്മേ ശരണം.